അപ്പം എങ്ങനെയാ നമുക്കൊരു സാറ്റേ സീറ്റ് കളിച്ചാലോ എന്ന് പറഞ്ഞ് പിള്ളേരെല്ലാം ദാ വന്ന് മുറ്റത്ത് നിൽക്കാം. അതിൻ്റെ ഫസ്റ്റിൽ കൊടിയും പിടിച്ച് അമ്മയും അങ്ങിറങ്ങി ഓടി. കൂട്ടിന് നമ്മുടെ പശുവമ്പയുണ്ട് കേട്ടോ. ഈ കാര്യത്തിൽ എല്ലാവർക്കും ഒത്തൊരുമയാണ്, എല്ലാവരും ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ എല്ലാ ചേച്ചിമാരും വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് സാറ്റേ സീറ്റ് കളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ഇത്തവണത്തെ നമ്മുടെ മെയിൻ താരം ഒരാളുണ്ട് കേട്ടോ. ലാസ്റ്റിൽ കാണാം, ആൾ സർപ്രൈസായിട്ട് വന്ന് സാറ്റടിക്കും. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവനാണ് മെയിൻ വില്ലൻ. ഇവനങ്ങ് മേലെ കയറി ഒളിച്ചിരിക്കുക. ഇവനെ കണ്ടുപിടിക്കാനായിരിക്കും ഏറ്റവും പാട്. തപ്പുന്നുണ്ട്. അടുത്ത റൗണ്ട് ആവാറായെന്ന് തോന്നുന്നത്. ലാസ്റ്റ് താണു വന്ന് സാറ്റടിച്ച്. ഇനി നമ്മുടെ മിന്നു ചേച്ചിയായിരിക്കും അടുത്ത എണ്ണലുകാരി. അവനും അവൻ്റെ കൂട്ടുകാരനും പോയി അവിടെ ചെന്ന് ഒളിച്ചിരിക്കുക. മിന്നു കാര്യമായിട്ട് എന്തൊക്കെയോ എണ്ണുന്നുണ്ട്. 70 വരെ എണ്ണാൻ പറഞ്ഞു. 70 വരെ എണ്ണുന്നുണ്ടോ? അവൾ ഉറക്കം എണ്ണുന്നില്ല. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. അവനതിൻ്റെ മേളിലായിരിക്കുള്ളൂ. അതിൻ്റെ മേളിൽ ആ മരത്തിൻ്റെ ഇടയിൽ. മിന്നു തപ്പണ്ട. എല്ലാവരും ഇന്ന് ഒരേ വേറെ ഏതൊക്കെയോ സ്ഥലത്താണ് ഒളിച്ചിരിക്കുന്നത്. ആദ്യം വന്ന് മമ്മി വന്ന് സാറ്റടിച്ച്, അതിൻ്റെ ഒരു സന്തോഷം. എന്താ സന്തോഷം. അടുത്ത ആളും വന്നു. അവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും ക്ലൂ കൊടുക്കുക കേട്ടോ, വരണ്ട എന്നൊക്കെ. ചേച്ചിമാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പശുവിൻ്റെ അടുത്തെങ്ങാനും ഉണ്ടാവോ, അവിടെ എങ്ങാനും പാത്തിക്കണ്ടോ എന്നാണ് മിന്നു ആദ്യം ആലോചിച്ചത്. ഇപ്പം നമ്മുടെ താരങ്ങൾ വന്ന് സാറ്റടിക്കും. അതാണ് നമ്മുടെ പൊന്നു ഇപ്പോൾ ഓടി വന്ന് സാറ്റടിക്കേ. പൊന്നുവിന് നമ്മുടെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പൊന്നുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാറ്റേ സീറ്റേ കളിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ കളിയെല്ലാം അവസാനിച്ചു. ബൈ.